അന്ത, അന്തെ ഈ രണ്ട് വാക്കുകളുടെയും അർത്ഥം ഇങ്ങനെ പറയുന്നതിലും ഒരു എക്സാമ്പിളിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ನನ್ನ ಹೆಸರು ശശികല ಅಂತ. എൻ്റെ പേര് ശശികല എന്നാണ്. അവള ಹೆಸರು സുചിത്ര ಅಂತ. അവളുടെ പേര് സുചിത്ര എന്നാണ്. അപ്പോൾ ഇവിടെ അന്ത എന്ന വാക്കിൻ്റെ അർത്ഥം എന്നാണ്. വേറെ എക്സാമ്പിൾ നോക്കിക്കോളും. അവള ಹೆಸರು സുചിത്ര ಅಂತೆ. അവളുടെ പേര് സുചിത്ര എന്നാണെന്ന്. അപ്പോൾ അന്തെ എന്ന വാക്കിൻ്റെ അർത്ഥം ഇവിടെ എന്നാണെന്ന്. ഇനി ഒരു എക്സാമ്പിൾ നോക്കിക്കോളും. അവൾ ಬರ್ತಾಳೆ ಅಂತ ಹೇಳಿದಳು. അവൾ ಬರ್ತಾಳೆ ಅಂತ ಹೇಳಿದ್ಲು. അവൾ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ അന്ത എന്ന് പറഞ്ഞു. അന്ത ಹೇಳಿದ್ಲು. അവൾ ಬರ್ತಾಳೆ ಅಂತೆ, അവൾ വരുമെന്ന്. ഞാൻ ഈ പറഞ്ഞ ഉദാഹരണങ്ങളിൽ അന്ത, അന്തെ ഈ വാക്കുകളുടെ അർത്ഥം മലയാളത്തിൽ എന്ന് തന്നെയാണ് വരുന്നത് അല്ലേ. അതായത് അന്ത എന്ന് പറയുമ്പോൾ നമ്മുടെ അഭിപ്രായമാണ്, അതായത് എൻ്റെ അഭിപ്രായമാണ് ഞാൻ അവിടെ പറഞ്ഞിരിക്കുന്നത്. അന്തെ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്.